ഫയലിൽ സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സപ്പോസ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, ഒരു സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പർ, മാർക്ക് റീഡ് ചെയ്യുക, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മുടെ ബേസിക് പ്രോഗ്രാം ആയിരുന്നു ഫയൽ റീഡും ഡിസ്പ്ലേയും ബേസിക് പ്രോഗ്രാമാണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെ വേണം? ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ഒരു നെയിം വേണം. ഓക്കെ, ദെൻ റോൾ നമ്പർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു 2 മാർക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി. ഇനി നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. ഞാനതുകൊണ്ട് ആദ്യമേ യൂസറിനോട് അത് റീഡ് ചെയ്യാം. എൻ്റർ ദി ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുന്നു. ഓക്കെ, ഓരോന്നോരോന്നിട്ട് ചോദിക്കുന്നില്ല, നെയിം, റോൾ നമ്പർ അങ്ങനെയാണ് ചോദിക്കുന്നില്ല. എന്നിട്ട് ഇതിൽ അങ്ങ് റീഡ് ചെയ്യണം. പെർസെൻറ്റേജസ്, %d, %d. ഓക്കെ, ഫസ്റ്റ് വൺ എൻ്റർ ചെയ്യുന്നത് നെയിമാണ്. ദെൻ നമ്മുടെ റോൾ നമ്പർ. ഇനി മാർക്ക് 1, മാർക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, നെയിം 3 ഇൻറ്റിജർ വാല്യൂസ് നമ്മൾ റീഡ് ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ ഇനി എനിക്ക് വേണ്ടത് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഈ ഫയലിലേക്ക് ഇത് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്ക് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റൈറ്റ് മോഡ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഫ്രഷ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. friend.txt എന്നൊരു ഫ്രഷ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. എന്ത് കൊടുത്താൽ മതി? ഇവിടെ അപ്പൻഡ് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡാറ്റ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം. ഈ ഫ്രഷ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? W കൊടുക്കുക. ഓക്കെ, ഇനി ഫയൽ റീഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു നമ്മുടെ കണ്ടീഷനെ കൊടുക്കുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. താഴോട്ട് മാറ്റാം. ഇനി ഫയൽ ഓപ്പൺ ചെയ്തു. ഫയൽ ഓപ്പൺ ചെയ്താൽ എനിക്ക് ഫയലിലേക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യണം. ഓക്കെ, ഫയലിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സ്കാൻഎഫ് വെച്ച് റീഡ് ചെയ്ത് ഇത്രയും കണ്ടല്ലേ റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ നമുക്ക് printf യൂസ് ചെയ്യാം. ഓക്കെ, ഏത് ഫയലിലേക്കാണ് എനിക്ക് റൈറ്റ് ചെയ്യേണ്ടത്? FP പോയിന്റ് ചെയ്യുന്ന ഫയലിലേക്കാണ്. ആദ്യം അതിന്റെ സിൻടാക്സ് കൊടുക്കുന്നു. ദെൻ ബാക്കി നമ്മൾ താണ്ടെ ഇതിനകത്ത് എങ്ങനെയാണോ നമ്മൾ നോർമൽ printf യൂസ് ചെയ്യുന്നത് അതേ സിൻടാക്സ് തന്നെ ഫോളോ ചെയ്താണ്. നോക്കാം, printf ഏത് ഫയൽ പോയിന്ററിലേക്കാണ്? FP എന്നാണ് ഫയൽ പോയിന്റർ എവിടെയാണ് പോയിന്റ് ചെയ്യുന്നത്? friend.txt നെയിമും റോൾ നമ്പറും 2 മാർക്കുകളും അവിടേക്ക് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് എന്ന് കൊടുക്കുക. അതെന്ത് ചെയ്യും? ഫയൽ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇത്രയും മതി ആക്ച്വലി ഒരു പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി പറയാണ് ഫയലിലെ കണ്ടന്റ് മൊത്തം തിരിച്ച് റീഡ് ചെയ്ത് കാണിക്കാൻ വേണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത്രയും കണ്ടന്റ് തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതണം. അതായത് ഫയൽ വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, printf എല്ലാം തരം അധികം നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ്. അപ്പം scanf യൂസ് ചെയ്യാം. ഓക്കെ, scanf യൂസ് ചെയ്യുമ്പോൾ scanfൻ്റെതായ സിൻടാക്സ് എല്ലാം ഫോളോ ചെയ്യാം. ഓക്കെ, പ്ലസ് നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് കൊടുക്കും? ഒരു FP കൂടെ കൊടുക്കും. അപ്പൊ ഇത്രയും വേരിയബിൾ. അപ്പം നമ്മുടെ ഫയൽ റീഡ് ചെയ്ത് ഫയലിനകത്ത് ഫസ്റ്റ് നെയിം, റോൾ നമ്പറും മാർക്കും എല്ലാം നമ്മുടെ നോർമൽ വേരിയബിളിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. അപ്പൊ അതെങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കാം? നോർമൽ printf സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. നോർമൽ printf സ്റ്റേറ്റ്മെന്റ് ആയിട്ട് FP വേണ്ട. ഞാൻ തൽക്കാലം ഡീറ്റെയിൽസ് ആർ എന്നൊരു മെസ്സേജ് മാത്രം കൊടുത്തിട്ട് പെർസെൻറ്റേജസ് നിങ്ങൾക്ക് സ്ലാഷൻ കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതാകുമ്പോൾ പ്രോഗ്രാം തീർന്നു. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ എറർ ചെക്ക് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ FP നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം? ഫയൽ നോട്ട് എക്സിസ്റ്റ് എന്നുള്ള എറർ പ്രിന്റ് ചെയ്ത് കാണിക്കണം. ബാക്കി പ്രോഗ്രാം ക്ലിയർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്നിട്ടൊന്ന് പറയാണ്, ഒരു സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് വേണ്ട വേരിയബിൾസ് മൊത്തം എടുത്തു. അത് മൊത്തം നമ്മൾ യൂസറിനെ നിന്ന് റീഡ് ചെയ്ത് വെച്ചു. ഫയൽ ഓപ്പൺ ചെയ്യുക. ഏത് മോഡിൽ ഓപ്പൺ ചെയ്യാം? റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം. സപ്പോസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഏത് മോഡിൽ ഓപ്പൺ ചെയ്യാം? അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്യാം. വേറെ വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് മോഡിലോ അപ്പൻ മോഡിലോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എറർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റീഡ് ചെയ്ത വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് printf യൂസ് ചെയ്യുന്നു. printf സ്റ്റേറ്റ്മെന്റ് കൂടെ ഇതുകൂടെ മതി. FP എന്നൊരു സ്റ്റേറ്റ്മെന്റോട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ദെൻ
നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഫയൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ ഡീറ്റെയിൽസ് മൊത്തം ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് കഴിയും. ഓക്കെ, ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയാണ് അതിനകത്ത് ഡീറ്റെയിൽസ് മൊത്തം റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ബാക്കി പോർഷൻ എഴുതിയാൽ മതി. ഫയൽ ഓപ്പൺ ചെയ്യുക. ഏത് മോഡിൽ ഓപ്പൺ ചെയ്യുക? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എറർ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഡീറ്റെയിൽസ് നെയിം, റോൾ നമ്പറും മാർക്കും റീഡ് ചെയ്ത് നോർമൽ വേരിയബിളിലേക്ക് എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ആ നോർമൽ വേരിയബിൾസ് ഇരിക്കുന്ന വാല്യൂസ് നമുക്ക് യൂസറിന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു സിമ്പിൾ പ്രോഗ്രാം. ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞത്, ഇത് തന്നെ എംപ്ലോയി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പറിനൊക്കെ പകരം എംപ്ലോയി ഐ ഡി, സാലറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് n സ്റ്റുഡൻസിന്റെ ഓർ n എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യാൻ പറയും. ഓക്കെ, n സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോഴേ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ലൂപ്പ് യൂസ് ചെയ്ത് പറ്റും. ഓക്കെ, n സ്റ്റുഡൻസിനെ റീഡ് ചെയ്യാൻ വേണ്ടി n ഉം ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു i ഉം. ഓക്കെ, n എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? എന്നിന്റെ വാല്യൂ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റർ ദി ലിമിറ്റ് ഓർ എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, scanf percentage d %. ഓക്കെ, n സ്റ്റുഡൻസ് ആണ്, n സ്റ്റുഡൻസ് എന്ന ഡീറ്റെയിൽസ് റീഡ് ചെയ്യും. എഴുതി. ഇനി നമുക്ക് വേണ്ടത് അത്രയും ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്യും? ഫയൽ അങ്ങ് ഓപ്പൺ ആക്കി വെക്കുകയാണ്. നമുക്ക് ഏത് ഫയലിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ ഫയലിനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ i = 0, i less than n, i++. എന്നിട്ട് ഞാൻ പഴയ പ്രോഗ്രാം അതുപോലെ റീയൂസ് ചെയ്യാണ്. അതായത് ഓരോ തവണ നമ്മൾ കയറുമ്പോഴും ഡീറ്റെയിൽസ് റീഡ് ചെയ്യും. ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യും, അത് അന്നേരം തന്നെ എവിടേക്ക് റൈറ്റ് ചെയ്യും? ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. എഗെയിൻ അടുത്ത സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് ചെയ്യും, അന്നേരം തന്നെ റൈറ്റ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം: എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് %d സ്റ്റുഡന്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പേഴ്സൺ ഐ ഡിക്ക് പകരം i+1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 0 ആണല്ലോ ആദ്യമേ. അപ്പൊ എന്ത് കാണിച്ചാലും എൻ്റർ ദി ഡീറ്റെയിൽസ് ഓഫ് ഫസ്റ്റ് സ്റ്റുഡന്റ്, സെക്കൻഡ് സ്റ്റുഡന്റ്, തേർഡ് സ്റ്റുഡന്റ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചോളും. അപ്പോൾ ഓരോ തവണ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് അന്നേരം തന്നെ നമ്മൾ എവിടേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും? ഫയലിലേക്ക് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫയൽ ഓപ്പണോ ക്ലോസോ ഈ ലൂപ്പിനകത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ലൂപ്പിനകത്ത് കൊടുത്താൽ തെറ്റല്ലേ? n ടൈംസ് നമുക്ക് ഫയലിന് ഓപ്പൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു തവണ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അതുപോലെ ഒരു തവണ മാത്രം എന്ത് ചെയ്താൽ മതി? ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി പറഞ്ഞ പോലെ ഇൻ കേസ് ആ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ മാത്രമാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരിക്കൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫയൽസിനകത്ത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്, n എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? fp = fopen, ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. റീഡ് മോഡിൽ എപ്പോൾ ഓപ്പൺ ചെയ്താലും നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? എറർ ചെക്ക് ചെയ്യും. ഓക്കെ, എറർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ കണ്ടന്റ് റീഡ് ചെയ്യുന്നു ഇവിടുന്ന്. ഓക്കെ, അന്നേരം തന്നെ എന്ത് ചെയ്യാൻ പറയുന്നു? അത് പ്രിന്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഞാൻ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ലൂപ്പിനകത്ത് ഒരിക്കലും ഓപ്പണോ ക്ലോസോ കൊടുക്കത്തില്ല. കാരണം ഒരു തവണ മാത്രം എന്ത് ചെയ്താൽ മതി? ഓപ്പണും ക്ലോസും ചെയ്താൽ മതി. ലൂപ്പിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മൊത്തം റീഡ് ചെയ്യുന്നു, ഡിസ്പ്ലേ കാണിക്കുന്നു. n ഡീറ്റെയിൽസ് റീഡ് ചെയ്ത് ഡിസ്പ്ലേ കാണിക്കുന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ നമുക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലൂപ്പിന് പകരം ഇങ്ങനെയും യൂസ് ചെയ്യാം. വൈൽ നോട്ട് f of f2. ഇതിന് മീനിങ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് എൻ്റെ ഫയൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫയലിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോ തവണയും നമ്മൾ ഇപ്പം ഇങ്ങനെ എഴുതേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് ആലോചിക്കും? ഇത്രയും പ്രോഗ്രാം എഴുതേണ്ട ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്,
ഒരു n ഡീറ്റെയിൽസ് കുറെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഒരു ഫയലിലുണ്ട്, അത് മൊത്തം ഡിസ്പ്ലേ കാണിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നൊരു കൗണ്ട് റീഡ് ചെയ്തിട്ട് തുടങ്ങാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഫയലിനകത്തുനിന്ന് റീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനകത്ത് എത്ര എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എത്ര ഉണ്ടോ അത്രയും വരെ എന്ന് മീനിങ്ങിലാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ വാല്യൂ എൻ്റർ ചെയ്യാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലൂപ്പിനകത്ത് എന്ത് കൊടുത്തത്, ഫയലിന്റെ എൻഡ് ആവുന്നിടം വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്കാൻ ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ലാഷിനെ കൊടുക്കാം. ബട്ട് തിയറി എക്സാമിന് ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഫയലിന്റെ ഓപ്പറേഷൻസിന്റെ. എഫ് സ്കാനഫ് എഫ് പ്രിന്റഫിന്റെയും ഒരു യൂസേജ് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സാധാരണ. ഓക്കെ.